വന്നിട്ട് കഴിച്ച് ഫ്രഷായതിന് ശേഷം ഞാൻ ആദ്യം ചെയ്തത് ടി വി ഇട്ട് അതിൻ്റെ മുന്നിൽ കയറി അങ്ങായിരുന്നു. പിന്നെ ഒരു 1.5 മണിക്കൂർ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു. എണീച്ച് പോ അല്ലെങ്കിൽ അണച്ച് വെക്ക് എന്ന് പറയുന്നവരെ ഞാൻ ടി വിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് സൂപ്പർ ഹീറോ കാർട്ടൂൺസ് കാണുന്നതാണ് എൻ്റെ പരിപാടി. അല്ലാതെ എൻ്റെ ഒരു ഹോബിയാണ് ഗൈസ് ജേണലിങ് ആക്ച്വലി നല്ലൊരു പരിപാടിയാണ്. ഞാൻ ഇപ്പോൾ നവംബർ മാസത്തിൽ ഡെയിലി ചെയ്യാൻ തീരുമാനിച്ചു. ഇതുവരെയായിട്ട് ഞാൻ ചെയ്യുമായിരുന്നു ജേണലിങ്, പക്ഷെ ഡെയിലി ചെയ്യൂലായിരുന്നു. അപ്പം നവംബർ തുടങ്ങിയപ്പോൾ ഞാൻ ഡെയിലി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ഞാൻ ജേണൽ ബുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ജേണൽ. ഒരു 4-5 പേജ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ജേണൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മാർക്കർ പെൻസും ഗ്ലിറ്റർ പെൻസും ഒക്കെയാണ്. ഇത് ഗ്ലിറ്റർ പെൻ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന സ്റ്റിക്കർ ബുക്ക്. ഇത് ഞാൻ 500-ൽ കൂടുതൽ സ്റ്റിക്കേഴ്സ് ഉണ്ട്. റേറ്റ് വന്നിട്ട് 600 റുപ്പീസാണ്. ഇതാ ഫാക്ടർ നോട്ട്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ലുലു മോളിൻ്റെ അകത്ത് ഇവർക്കൊരു കുഞ്ഞു ഷോപ്പുണ്ട്. നല്ല സ്റ്റിക്കറാണ്. ആക്ച്വലി ഒരു പേഴ്സണൽ ഡയറി എന്ന രീതിയിലാണ് ഞാനിത് എഴുതി തുടങ്ങിയത്. പക്ഷേ പിന്നെ അത് ഞാൻ ജേണലിങ് പോലെ ആക്കി സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഇങ്ങനെ. ഇത് ഈ ബുക്കിലുള്ള പടമാണ് കേട്ടോ, കണ്ട. ഇതാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത്. നവംബർ ന്യൂ മന്ത് ന്യൂ ഗോൾസ് എന്ന് പറഞ്ഞ് ചെയ്ത്. ഇതാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കാൻ കാരണം എനിക്ക് തൊണ്ട വയ്യ ഗൈസ്, അതുകൊണ്ടാണ്. എല്ലാവരും ദയവ് ഇതൊന്ന് ക്ഷമിക്കേണ്ടതാണ് എൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട്. സിമ്പിളായിട്ടാണ് എനിക്ക് ഇന്നത്തെ ഡിസൈൻ ചെയ്യാൻ തോന്നിയത്. എല്ലാ ദിവസവും ഞാൻ നല്ല സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഈ മന്ത്ലി ഗോൾ മാത്രമേ ഞാൻ ഇത്രയും ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ബുള്ളറ്റ് ജേണലെന്നോ ബൂജോ ജേണലെന്നോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിറയെ ഐഡിയാസ് വരും. അതൊക്കെ നമുക്ക് ഇതേപോലത്തെ ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ഡയറീസ്, ഇതേപോലെ നല്ല ക്രിയേറ്റീവ് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതെൻ്റെ ഒരു ഹോബിയാണ്. അപ്പൊ ജേണലിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ചേച്ചിയും വന്നു ഗൈസ്. ചേച്ചി ഇവിടെ ഉണ്ട്, അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടെ ഉണ്ട്. ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചൊരു പുതിയ ചോക്ലേറ്റ് കുക്കീസാണ്. ഇത് ഞാൻ ട്രൈ ചെയ്യണം ഇപ്പം. പിന്നെ കപ്പലണ്ടി മുട്ടായിയൊക്കെ ഞാൻ വെറുതെ പറക്കി തിന്നുകൊണ്ട് നടക്കുകയാണ്. ഇനി ഡിന്നർ കഴിക്കണം, എന്നിട്ട് 12 മണി വരെയെങ്കിലും ഇരുന്ന് TV കാണണം, എന്നിട്ട് ഉറങ്ങണം. നാളെ സാറ്റർഡേ ആയതുകൊണ്ട് ഇന്ന് ലേറ്റ് നൈറ്റ് വരെ മൂവിയാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി ഡിന്നർ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ ദിവസം. നെക്സ്റ്റ് ഡേക്കായി സ്റ്റേ ട്യൂൺഡ്.